ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. ഉമാമഹേശ്വരന്മാർ അനഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ വാണരുളുന്ന ഈ ക്ഷേത്രത്തിൽ മഹാദേവന്റെ തിരുനട തുറന്ന് വർഷത്തിൽ എല്ലാ ദിവസവും ദർശനം ലഭിക്കുമെങ്കിലും ശ്രീ പാർവതി ദേവിയുടെ തിരുനടയിൽ വർഷത്തിൽ 12 ദിവസം മാത്രമേ ദർശനം ലഭിക്കൂ എന്നത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക www.തിരുവൈരാണിക്കുളംടെമ്പിൾ.org. തറവാട് ചാരിറ്റബിൾ സൊസൈറ്റി ക്രിസ്മസ് ന്യൂ ഇയർ സംഗമം നടത്തി. മടപ്ലാത്തുരത്ത് തറവാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ സംഗമം നടന്നു. വിജയികളായ ജനപ്രതിനിധികളെ സൊസൈറ്റി ഭാരവാഹികൾ സ്വീകരിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വി എസ് സ്വാമിനാഥൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം MA നിത്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആ ഒരു പാട്ട് കേട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വയോജനങ്ങളുടെ മാത്രമല്ല പരിപാടി, യുവതലമുറകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണിത്. ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയായി തീർക്കാനായിട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടായതിലും ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. ഇനിയും മുന്നോട്ട് തറവാട് സൊസൈറ്റിയുടെ ചാരിറ്റബിൾ മുന്നോട്ട് ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളോട് പ്രസിഡന്റ് ജോജോ മനക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഖിൽ ഭാവച്ചൻ ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്തു. ന്യൂ ഇയർ സമ്മാന വിതരണം ഗ്രാമപഞ്ചായത്ത് അംഗം നീതു സുമേഷ് നിർവഹിച്ചു. MS രാധാകൃഷ്ണൻ, VS മുരളീധരൻ, അഡ്വക്കേറ്റ് പ്രേംലാൽ, പോൾസൻ CP തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. എത്രയോ ദിവസം മുന്നോട്ട് ചോദിക്കും നമ്മുടെ തറവാട്ടിലെ പരിപാടി. ഇവിടെ ചേച്ചിക്ക് ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ അടുത്ത വിഷുവിനുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ എങ്ങനെ വേണം, ഇത് വേണമെന്ന്. പിന്നെ ഒരു കാര്യം മറന്നുപോയൊക്കെയാണ്, വരുമ്പോൾ തന്നെ ഇവരെയൊക്കെ ഇവിടെ വെച്ച് പപ്പാഞ്ഞിത്തൊപ്പ് അണിയിക്കണം. നിങ്ങൾക്ക് താല്പര്യമുള്ള ആർക്കെങ്കിലും നിങ്ങളെ പപ്പാഞ്ഞിത്തൊപ്പ് അണിയിക്കണം. ആരെങ്കിലും പപ്പാഞ്ഞി ഡ്രസ്സ് ഇടാണ്ടെങ്കിൽ പപ്പാഞ്ഞി ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറഞ്ഞ ഈ മേശയുടെ അടിയിലേക്ക്. ന്യൂസ് ബ്യൂറോ, പറവൂർ.